ഇന്നിപ്പോൾ ഒരു മുടി കാണിക്കുകയാണ്. കണ്ടോ, മുടി വെട്ടത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളാണ്. അപ്പം മുടി കണ്ട ഉടനെ തന്നെ ഞാൻ പറയും കുറച്ച് മുടിയൊന്ന് വെട്ടണം. കണ്ട ഇങ്ങനെ കിടക്കുന്ന മുടി വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ മുടി വെട്ടത്തില്ല, ഒരു തുണ്ട് പോലും വെട്ടത്തില്ല എന്ന് പറയും. നിങ്ങൾ ഇങ്ങനെ മുടി വെട്ടാതെ മുടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മുടി താഴ്ത്ത് ഇത്ര മുടിയെ നമുക്ക് വളരാനുള്ള സാധ്യതയുള്ളൂ നമ്മുടെ സ്കാൽപ്പിന്. നമുക്കൊരു മുടിക്ക് ഒരു സ്കാൽപ്പിനൊരു പവറുണ്ട്. അതിനി 10 കൊല്ലം മുടി വെട്ടാതിരുന്നാൽ അതുവരെ വരുള്ളൂ. പക്ഷേ അത് വരുന്നത് ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ചെടി മേലോട്ട് പോയിട്ട് ആ ചെടി മേളിൽ പോയി ഒരു കൊമ്പ് പോലെ നിൽക്കത്തേ ഉള്ളൂ. അതേസമയം നമ്മൾ എവിടെ വെച്ചാണോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അവിടുന്ന് തിക്കായിട്ട് മുടി ഉണ്ടായിരിക്കും താഴെ വരെ. നിങ്ങൾക്ക് മുടി സ്കാൽപ്പിൽ നിന്ന് വരാൻ പവറുള്ള അത്രയും സ്ഥലം തിക്കായിട്ട് കിടക്കും. ഇത് കണ്ടത് ഇങ്ങനെ ഡ്രൈ ആയി ഇങ്ങനെ, പക്ഷെ വെട്ടത്തില്ല, ഞാൻ വെട്ടില്ല. അങ്ങനെ തീരുമാനം പറയുന്നവരെ മുടി വെട്ടണം. ഞാൻ പിന്നെയും പറയാണ്, കണ്ടോ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മുടി എപ്പോഴും നമുക്ക് വേണ്ടിയത് നീളമല്ല, സ്കാൽപ്പിലാണ് മുടി വേണ്ടിയത്. കണ്ടോ സ്കാൽപ്പിൽ നിന്ന് മുടി പോകുന്ന കണ്ടോ. ഇത് മനസ്സിലാവുന്നേ ഇല്ല, എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവില്ല, ഹെയർ പൊഴിയണ എന്തിനെന്ന് മനസ്സിലാവില്ല. കാരണം നമുക്ക് സ്കാൽപ്പിൻ്റെ പവർ കുറയും ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും. നമ്മൾ സ്കാൽപ്പിന് പവർ നിലനിൽക്കണം. നമുക്ക് മുടി സ്കാൽപ്പിലാണ് മുടി വേണ്ടത്, നമുക്ക് ഇവിടെയാണ് മുടി വേണ്ടി. പെണ്ണുങ്ങൾക്ക് നീളം നമുക്ക് എത്ര നാൾ വെട്ടാതിരിക്കുന്നു താഴോട്ട് മുടി നമുക്ക് വളരാൻ പറ്റുന്ന അത്രയും വന്നിരിക്കും. പക്ഷേ സ്കാൽപ്പിൽ നിന്ന് മുടി പോയാൽ പിന്നെ വരില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ മുടിയുള്ളവർ മുടി ഹെയർ കട്ട് ചെയ്യണം. അത് സ്റ്റൈലൊന്നും ചെയ്യേണ്ട, അത്യാവശ്യം ഇതാണ്ടോ ഒരു ഇത്രയെങ്കിലും മുടി കട്ട് ചെയ്തിടണം. ഇത് ഞാനൊരു അവയർനെസ്സിന് വേണ്ടി പറയുകയാണ്, നിങ്ങൾ ചെയ്തിടണം.